ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ രസം തയ്യാറാക്കിയാലോ? ഈ രസം കൂട്ടി ചോറ് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഓരോ സ്ഥലത്തും രസം തയ്യാറാക്കുന്നതിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എൻ്റെ വീട്ടിൽ അമ്മ തയ്യാറാക്കുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ഒട്ടും തന്നെ രസം പൗഡറൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് ചേരുവകൾ ചതച്ച് ചേർക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന രസപ്പൊടിയൊന്നും ചേർക്കാതെ എങ്ങനെയാണ് നല്ലൊരു നാടൻ രസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് ചതച്ചെടുക്കണം. 1 ടീസ്പൂൺ കുരുമുളകാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇതുകൂടാതെ കുറച്ച് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഈ 3 ചേരുവകളും നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. 4 വലിയ വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. വലുതായതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇതുകൂടാതെ 3 ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടി അതും കൂടി ഒന്ന് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കണം. രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്തത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 ചെറിയ ഉള്ളി ചേർക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചതച്ചെടുത്ത കൂട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇതിൽ നമ്മൾ രസം പൗഡറൊന്നും ചേർക്കുന്നില്ല. ഫ്രഷായിട്ട് കുറച്ച് ചേരുവകൾ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത്. കൂടുതൽ അരഞ്ഞു പോകരുത്. അരകല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് ചതച്ചെടുക്കുന്നതാവും കൂടുതലും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലെടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചേർക്കാനുള്ളത്. ഈ തക്കാളി ഈ കൂട്ടുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. രസത്തിൽ തക്കാളി കൂടുതൽ വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയാണ് ചേർക്കാനുള്ളത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതുകൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചേർക്കുന്നത് കൊണ്ട് കൂടുതൽ പുളി ചേർക്കണമെന്നില്ല. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവാണ്, ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ നല്ല നാടൻ രസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കായം പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാകും. മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ നല്ല നാടൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.